ഹലോ ഗൈസ്, ആഷിഖാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് എളമരം എന്ന സ്ഥലത്താണ് കേട്ടോ. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എളമരം എന്ന സ്ഥലത്താണ്. ഇവിടെ വന്നത് ആമ്പൽ പാടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കിയല്ലോ. എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണണം. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയാണ് കേട്ടോ. ആമ്പൽപ്പാടത്ത് എത്തിയാണ്. എളമരം പാലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഈ സ്ഥലം. അവിടെ ആരോടും ചോദിച്ചാലും പറഞ്ഞു തരും ആമ്പൽപ്പാടം. അപ്പോൾ ഞാൻ ഇവിടെ എത്തി. നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ രാവിലെ 6 മണിക്ക് വരണം, 10 മണിക്ക് ആമ്പൽപ്പാടം പൂടും കേട്ടോ. അങ്ങനെ ഇവിടെ ആമ്പൽപ്പാടത്തിൻ്റെ അടുത്ത് തന്നെ നെല്ലുണ്ട് കേട്ടോ. ഇത് നാറ് നട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ വാഴക്കൃഷിയൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ കാഴ്ചകളാണ്. പിന്നെ എന്താ വെച്ചാൽ നല്ല അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. രാവിലെ മോർണിംഗിന് വരണം. നല്ല മഞ്ഞ് മൂടിയ പ്രദേശങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വാഴ, കവുങ്ങ്, നെല്ല്, ആമ്പൽ ഒക്കെ ഒന്നായിട്ടുള്ളൊരു പറമ്പാണ് കേട്ടോ ഇവിടെ. ഇവിടെ ഫുള്ള് നോക്കിയാൽ ഫുൾ പച്ചപ്പാണ് കേട്ടോ. പച്ചപ്പ് നല്ല രസം കേട്ടോ കാണാൻ. അപ്പോൾ നിങ്ങൾ രാവിലെയൊക്കെ ഇവിടെ വരണം. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സ്ഥലം കാണാം. അതുപോലെ നല്ല മഞ്ഞ് മൂടിയ പ്രദേശം കാണാം. അതുപോലെ ഇവിടെയൊക്കെ ഞാൻ കൊക്ക് കുറേ ഉണ്ട് കേട്ടോ. കൊക്ക്, വെള്ള കൊക്കൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. ഫോട്ടോഷൂട്ടിങ്ങൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇവിടെ. പച്ചപ്പ് കാണാൻ എന്താ രസം. അങ്ങനെ ഇവിടെ തോണി യാത്ര കണ്ടു കേട്ടോ. ആമ്പല കണ്ടില്ലേ വിരിഞ്ഞ് നിൽക്കണേ. രാവിലെ 6 മണിക്ക് വന്നാലേ അത് കാണാൻ കഴിയുള്ളൂ. 10 മണിക്ക് ഇത് പൂടും. അങ്ങനെ ഞാൻ നേരം വൈകിയാണ് ഇവിടെ എത്തിയത് കേട്ടോ. അങ്ങനെ ആമ്പലൊക്കെ പൂടിയാണ്. ഇനിയിപ്പോൾ ഇവിടെ തോണി യാത്ര, അതുപോലെ നെല്ല്, അങ്ങനത്തെ കുറച്ച് പ്രകൃതി കാഴ്ചകളൊക്കെ കാണാൻ കഴിയുള്ളൂ 10 മണിക്ക് വന്നാൽ. അപ്പോൾ എല്ലാവരും 6 മണിക്ക് വരാൻ ശ്രമിക്കുക. 10 മണിക്ക് ഞാൻ അവിടെ എത്തി. അങ്ങനെ ഇപ്പോൾ ആമ്പലൊന്നും കാണാനില്ല. നേരെ നെല്ല് കണ്ട് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. എല്ലാ കാഴ്ചകളും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.